മാസം നവംബർ 22, 23 തീയതികളിലായി മലപ്പട്ടത്ത് വെച്ച് നടക്കുന്ന CPIM ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി മലപ്പട്ടം ഭഗത് സിംഗ് വായനശാലയിൽ സാംസ്കാരിക സംഗമം നടന്നു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MP നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമപ്രവർത്തനം പോലെ പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണ് എന്ന് അത് തുടരുമെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ MP നികേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഞാൻ 28 വർഷക്കാലം മാധ്യമ പ്രവർത്തന രംഗത്തുള്ളയാളാണ്. ഇപ്പോഴും മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നെനിക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയുന്നുമില്ല. കാരണം നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലും ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമാണ്, ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് ആ വിശാലമായിട്ടുള്ള സംഖ്യയിൽ നമ്മളൊരു ഇടുങ്ങിയ ടെലിവിഷൻ എന്നോ പത്രമെന്നോ രീതിയിൽ മാത്രം അതിനെ കാണാതെ ജീവിതകാലം മുഴുവൻ മാധ്യമ പ്രവർത്തകനാവുക എന്നത് തന്നെയാണ് എൻ്റെ അഭിലാഷം. നമുക്ക് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതുക, പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, സഹജീവികളെ ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനവും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗം തന്നെയാണ്. 1996 ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് ചിലർക്കെങ്കിലും അറിയായിരിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുണ്ടാവുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലതുകാൽ വെക്കുന്നത് പോലെ സ്വാഭാവികമായ പ്രക്രിയയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം എന്നെപ്പോലുള്ള വിദ്യാർത്ഥികളെ മാധ്യമ രംഗത്തേക്ക് ആകർഷിച്ചു. മുദ്രാവാക്യം വിളിക്കുന്നതിലുപരിയായിട്ട് നെഞ്ചോട് ചേർത്ത് മൈക്ക് പിടിച്ച് പറയുന്നതിലാണ് വീര്യം, വിപ്ലവം എന്ന് എന്നെപ്പോലുള്ള വിദ്യാർത്ഥികൾ കരുതി. രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്നതിനേക്കാൾ മാധ്യമരംഗത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയും എന്ന് എന്നെ പോലുള്ള വിദ്യാർത്ഥികൾ കരുതി. ഒരു പരിധിവരെ അത് ശരിയുമായിരുന്നു. ഏഷ്യാനെറ്റ് ടെലിവിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1992 രൂപീകൃതമായതാണ്. ദൂരദർശൻ നിലനിൽക്കുമ്പോൾ തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ദൂരദർശൻ എന്ന സ്റ്റേറ്റ് ടെലിവിഷൻ, രാജ്യത്തിന്റെ സ്വന്തം ടെലിവിഷന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. സ്വകാര്യ ടെലിവിഷൻ ചാനലിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. ആ ഘട്ടത്തിലാണ് ധിഷണാശാലിയായിട്ടുള്ള ശ്രീ ശശികുമാറിന്റെ നേതൃത്വത്തില് ഏഷ്യാനെറ്റ് എന്ന സ്വകാര്യ ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നത്. ഇന്ത്യയിൽ അനുമതിയില്ല. അപ്പോഴാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി, സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമായതോടുകൂടി സാറ്റലൈറ്റുകൾ അനാഥമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഏത് രാജ്യത്തിനാണ് ഈ സാറ്റലൈറ്റ് അവകാശപ്പെട്ടത്, ആ സാറ്റലൈറ്റ് അവകാശപ്പെട്ടത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കുറവ്. അപ്പോ മലയാളം സംസാരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ എന്ന സങ്കല്പം ശ്രീ ശശികുമാറിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുകയാണ്. ശ്രീ ശശികുമാർ അദ്ദേഹത്തിന്റെ റഷ്യയിലുള്ള അമ്മാവന്റെ അടുത്ത് പോയി ഇത്തരം സാറ്റലൈറ്റുകളുടെ ലഭ്യസാധ്യത, അത് കിട്ടാനുള്ള സാധ്യത അന്വേഷിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാറ്റലൈറ്റ്, ആദ്യത്തെ മലയാളം ടെലിവിഷൻ ചാനൽ രൂപീകൃതമാകുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി നാരായണൻ കാവുമ്പായി, ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി MC രാഘവൻ, P പുഷ്പജൻ, ജിതേഷ് CV, മലപ്പട്ടം പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, ശ്രീകണ്ഠപുരം.